ഹലോ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരള പളനിയിലേക്കാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ആ തമിഴ്നാട്ടിലുള്ള ആ പളനിയുടെ അതേ ഒരു അറ്റ്മോസ്ഫിയർ സെയിം സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കേരള പളനിയിലുള്ളത്. ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്ന നമ്മുടെ പളനിയും. അതിന് മുകളിൽ കയറി കഴിഞ്ഞ് നമുക്ക് തൃശ്ശൂർ ജില്ല മൊത്തം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും പടികൾ കയറി വേണം നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊരു രസമാണ് കേട്ടോ. ഞങ്ങൾ എന്താണെങ്കിലും എല്ലാവരും അല്ല, ഞാനും പിള്ളേരൊക്കെ കൂടിയിട്ട് സ്റ്റെയർ കേസ് കയറി ആ സ്റ്റെപ്പുകൾ കയറി അവിടെ എത്തി. പക്ഷേ നമുക്ക് വണ്ടിയിൽ കയറി ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വണ്ടി എത്തും. പക്ഷേ ആ ഒരു ഫീൽ, നമ്മുടെ പടി കയറി ചെല്ലുന്ന ആ ഒരു ഫീൽ എന്താണെങ്കിലും അതിനില്ലല്ലോ. പടി ഇങ്ങനെ കയറി പോകുമ്പോൾ സൈഡിലൊക്കെ ആയിട്ട് സീറ്റ് ഉണ്ട്. കുറേയൊക്കെ ടയർഡ് ആകുമ്പോൾ നമുക്ക് അവിടെ കയറിയിരിക്കാം. നമ്മളെക്കാളും ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പകുതി എത്തുമ്പോഴേക്കും ഭയങ്കര ടയർഡ് ആയിട്ടുണ്ട്. ആ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ധ്യാനട്ടനും ലച്ചുമാണ്. ചെറിയ പിള്ളേർ അവരവിടെ എത്തി. എന്നിട്ട് പോലും ഞാൻ എത്തിയിട്ടില്ല, കാരണം കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ഫീലാണ് ശരിക്കും. എപ്പോഴും നമ്മൾ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് നമ്മൾ നടത്തൊക്കെ കുറവായവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പടിയൊക്കെ കയറി അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം നമ്മുടെ എന്താ പറയുക ആരോഗ്യമൊക്കെ തീരുമാനമാവും. പക്ഷേ നല്ല രസമാണ്. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ കുന്ന കയറുമ്പോൾ രസമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ലൈവായിട്ട് വോയിസ് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇങ്ങനെ പിടിച്ച് കയറുന്നത്. പക്ഷേ കിതച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ആദ്യം വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് എഡിറ്റ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ഒരു ഫീൽ. ശരിക്കും നമ്മൾ ആ ഒരു പഴനി മല കയറിയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ കയറിയ ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലും കയറിയാൽ കിട്ടുന്നത്. ഭയങ്കര രസമാട്ടോ. നമ്മൾ ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു തൃശ്ശൂർ ജില്ല മൊത്തം ശരിക്കും കാണാൻ പറ്റും. ഇറങ്ങാൻ നല്ല സുഖമാണ്, പക്ഷേ കയറാൻ കുറച്ച് പാടാണ്. പക്ഷേ ഒരു പുണ്യാണല്ലോ ഇങ്ങനെയൊക്കെ കയറി പോകണം. നമ്മളിവിടെ മെയിനായിട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കൃതിമോളുടെ ആദ്യമായിട്ട് മുടി മൊട്ടടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ മുകളിൽ പോയിട്ട് അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ റെസിപ്റ്റൊക്കെ മേടിക്കണം. ക്യാഷൊക്കെ അടച്ച് റെസിപ്റ്റൊക്കെ മേടിച്ച് അത് താഴെ അവരുടെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. ബാർബർ ഷോപ്പ് അല്ല, ഇവരുടെ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ അവരുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ മുടി വെട്ടിത്തരും. കൃതിമോളാണെങ്കിൽ ഭയങ്കര കറച്ചിലാണ് കേട്ടോ. ഫസ്റ്റ് ടൈമല്ലേ കുട്ടി മുടി വെട്ടാൻ പോണത്. അതിൻ്റെതായ മുടി പോകുന്നതിൻ്റെ ഒക്കെ വിഷമം കൂടി അവിടെ കാണുന്നുണ്ട്. ഒരു വിധത്തിൽ നമ്മൾ മുടി മൊട്ട അടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. കാരണം ഇത് ഷോർട്ട്സ് ആയിരുന്ന കാരണം നമുക്ക് അത്രയല്ലേ ലെങ്ത്തുള്ള വീഡിയോയുടെ ലെങ്ത്ത് കുറവല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക്